ലോകം ഒരു മഹായുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ആഗോള ഊർജ്ജ വിപണി അക്ഷരാർത്ഥത്തിൽ ഉലയുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിലെ മിസൈൽ വർഷങ്ങൾ ഹോർമോസ് കടലിടുക്കിനെ നിശ്ചലമാക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മനുഷ്യത്വപരമായ ഒരു വലിയ നീക്കവുമായി ഇന്ത്യ രംഗത്തെത്തുന്നത്. സ്വന്തം രാജ്യത്ത് കടുത്ത ഊർജ്ജ പ്രതിസന്ധിയും LNG വിതരണ തടസ്സങ്ങളും ഇന്ധനവില വർധനവും ഭീഷണിയായി നിൽക്കുമ്പോഴും അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ കണ്ണീരൊപ്പാൻ ഇന്ത്യ തയ്യാറായിരിക്കുകയാണ്. പർബതിപൂർ പൈപ്പ് ലൈൻ വഴി 5000 ടൺ ഡീസൽ ബംഗ്ലാദേശിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ സൗഹൃദത്തിന്റെ ആഴം ഒരിക്കൽ കൂടി ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഒരു വശത്ത് യുദ്ധം ആഗോള വ്യാപാരത്തെ തകർക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ നടത്തുന്ന ഈ നീക്കം ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവുകയാണ്. ഇതിന്റെ പിന്നിലെ നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഇന്ത്യയുടെ നയതന്ത്ര വിജയവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ബംഗ്ലാദേശിലെ അവസ്ഥ ഇപ്പോൾ അതീവ ഗുരുതരമാണ്. രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നുപോകുന്നത്. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനുമായി രാജ്യത്തെ എല്ലാ സ്വകാര്യ പൊതു സർവകലാശാലകളും അധികാരികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ക്ലാസ് മുറികൾ, ലബോറട്ടറികൾ, എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി ഇല്ലാത്തതാണ് ഈ കടുത്ത തീരുമാനത്തിനു പിന്നിലെ കാരണം. റെസിഡൻഷ്യൽ ഹാളുകളിലും ക്യാമ്പസുകളിലും വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നത് അധികൃതരെ കുഴപ്പിക്കുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിനുള്ള ഊർജ്ജത്തിന്റെ 95% ഇറക്കുമതി ചെയ്യുന്ന ബംഗ്ലാദേശിന് പശ്ചിമേഷ്യൻ യുദ്ധം ഏൽപ്പിച്ചിരിക്കുന്നത് താങ്ങാനാവാത്ത ആഘാതമാണ്. ജനങ്ങളുടെ പരിഭ്രാന്തി മുതലെടുത്ത് എണ്ണ പൂഴ്ത്തിവെക്കുന്നതും അമിത ലാഭത്തിനായി കരിഞ്ചന്തയിൽ വിൽക്കുന്നതും രാജ്യത്ത് നിത്യസംഭവമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ധനം ലഭിക്കില്ലെന്ന ഭയത്താൽ ജനങ്ങൾ എണ്ണ വൻതോതിൽ സംഭരിക്കാൻ തുടങ്ങിയതോടെ വെള്ളിയാഴ്ച മുതൽ എണ്ണ വിൽപ്പനയ്ക്ക് സർക്കാർ കർശനമായ ദൈനംദിന പരിധി ഏർപ്പെടുത്തി. പെട്രോൾ പമ്പുകളിലും ഫില്ലിംഗ് സ്റ്റേഷനുകളിലും സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ധനം വിൽക്കുന്നതും കള്ളക്കടത്തിൽ ഏർപ്പെടുന്നതും നിരീക്ഷിക്കപ്പെട്ടതായി ബംഗ്ലാദേശ് ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിലാണ് ഇന്ത്യയുമായുള്ള കരാർ പ്രകാരം 5000 ടൺ ഡീസൽ പൈപ്പ് ലൈൻ വഴി ബംഗ്ലാദേശിലെത്തുന്നത്. ബംഗ്ലാദേശ് പെട്രോളിയം കോർപ്പറേഷൻ ചെയർമാൻ മുഹമ്മദ് റസാനൂർ റഹ്മാൻ പറയുന്നതനുസരിച്ച് ഓരോ വർഷവും 18 ലക്ഷം ടൺ ഡീസൽ പൈപ്പ് ലൈൻ വഴി ഇന്ത്യ വിതരണം ചെയ്യും. വരും മാസങ്ങളിൽ കൂടുതൽ എണ്ണ എത്തിച്ചേരുമെന്നത് ബംഗ്ലാദേശിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിലവിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ധന റേഷൻ പ്രകാരം ഒരു മോട്ടോർ സൈക്കിളിന് ഒരു ദിവസം പരമാവധി 2 ലിറ്റർ പെട്രോൾ മാത്രമേ ലഭിക്കൂ. സ്വകാര്യ കാറുകൾക്ക് 10 ലിറ്ററും SUVകൾക്കും ജീപ്പുകൾക്കും 20 to 25 ലിറ്ററുമാണ് പരിധി. പിക്കപ്പുകൾക്കും ലോക്കൽ ബസ്സുകൾക്കും 70 മുതൽ 80 ലിറ്റർ വരെ നൽകുമ്പോൾ ദീർഘദൂര ബസ്സുകൾക്കും ട്രക്കുകൾക്കും 200 മുതൽ 220 ലിറ്റർ വരെ ഡീസൽ വാങ്ങാം. റേഷൻ സംവിധാനത്തിലൂടെ ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ ബംഗ്ലാദേശ് കിണഞ്ഞു ശ്രമിക്കുമ്പോഴും കരിഞ്ചന്തയിലെ വിൽപ്പന വലിയ വെല്ലുവിളിയാണ്. ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകം വരുന്നത് നിലച്ചതും രാജ്യത്തെ ഇരുട്ടിലാക്കിയിട്ടുണ്ട്. ഖത്തർ എനർജി, ഒക്യു ട്രേഡിംഗ് തുടങ്ങിയ കമ്പനികൾ യുദ്ധം കാരണം ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ചതോടെ LNG വിതരണം പൂർണ്ണമായും നിലച്ചു. ഇപ്പോൾ $23 to $28 MMBTU എന്ന റെക്കോർഡ് വില നൽകിയാണ് ബംഗ്ലാദേശ് സ്പോട്ട് കാർഗോകൾ വഴി ഗ്യാസ് വാങ്ങുന്നത്. ഈ സാമ്പത്തിക തകർച്ചയ്ക്കിടയിലാണ് ഇന്ത്യയുടെ പർബതിപൂർ പൈപ്പ് ലൈൻ ഒരു ജീവനാഡിയായി മാറുന്നത്. ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റം നിലനിൽക്കുമ്പോഴും കരാറിൽ ഉറച്ചുനിന്നുകൊണ്ട് ഇന്ത്യ ഇന്ധനം എത്തിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നതിൽ സംശയമില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള വ്യാപാരത്തെയും വിതരണ ശൃംഖലയെയും ഇത്രയേറെ ബാധിച്ച സമയത്ത് ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. സ്വന്തം നാട്ടിലെ വിലക്കയറ്റത്തെ അവഗണിച്ച് അയൽക്കാരനെ സഹായിക്കുന്ന ഇന്ത്യയുടെ മനസ്സ് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതിലും തർക്കമില്ല. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഓരോ ടൺ ഡീസലും ഓരോ ലിറ്റർ പെട്രോളും അവർക്ക് നൽകുന്നത് പുതിയൊരു അതിജീവനത്തിന്റെ കഥയാണ്. സർവകലാശാലകൾ തുറക്കാനും വ്യവസായങ്ങൾ ചലിക്കാനും ഇന്ധനം അത്യന്താപേക്ഷിതമാണ്. ലോകരാജ്യങ്ങൾ പലതും സ്വാർത്ഥതയോടെ പെരുമാറുമ്പോൾ ഇന്ത്യയുടെ ഈ കരുതലാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പുകമറയ്ക്കിടയിൽ തിളങ്ങുന്നത്. ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ബംഗ്ലാദേശ് എത്രത്തോളം കാലമെടുക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ ആ യാത്രയിൽ ഇന്ത്യ അവരുടെ കൂടെയുണ്ട് എന്ന ഉറപ്പ് നൽകുന്നതാണ് ഇപ്പോൾ എത്തിയ ഈ 5000 ടൺ ഡീസൽ. ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശിനെ സഹായിക്കുന്ന ഇന്ത്യയുടെ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഈ യുദ്ധകാലത്ത് അയൽരാജ്യങ്ങളെ സഹായിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?